തമിഴകത്തും പുറത്തും ഏറെ ആഘോഷിക്കപ്പെടുന്ന താരത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഇന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ദളപതി വിജയ്. ദളപതി ആരാധകർ വിജയുടെ 50ാം പിറന്നാൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയോട് വിട പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റാൻ ഒരുങ്ങുന്ന വിജയെക്കുറിച്ച് അധികമാർക്കും അറിയാത്ത ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വിജയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നറിയാമോ? ലയോള കോളേജിലാണ് വിജയ് പഠിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. സൂര്യ, യുവൻ ശങ്കർ രാജ, മഹേഷ് ബാബു എന്നിവരെല്ലാം വിജയുടെ കോളേജ് മേറ്റ്സ് ആണെന്നും ഒരുപക്ഷെ പലർക്കും അറിയുമായിരിക്കും. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു വിജയ് ലയോള കോളേജിൽ പഠിച്ച വിഷയം. പക്ഷേ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് വിജയ് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതായത് വിജയുടെ വിദ്യാഭ്യാസ യോഗ്യത +2 മാത്രമാണ്. എത്ര വരെ പഠിച്ചു എന്നുള്ളതിലല്ല, എന്തൊക്കെ പഠിച്ചു എന്നതാണ് പ്രധാനമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. 67 സിനിമകളാണ് വിജയുടേതായി ഇതുവരെ ഇറങ്ങിയത്. ഇതിൽ 20ഓളം സിനിമകളും തമിഴ് സിനിമയിലെ പുതുമുഖ സംവിധായകരായിരുന്നുവെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? പ്രഭുദേവ, ഫാസിൽ, ഷെൽവ, രമണ, ഭരതൻ, അങ്ങനെ ആ പുതുമുഖ സംവിധായകരുടെ ലിസ്റ്റ് നീണ്ടുപോകും. രക്ഷകൻ എന്നാണ് വിജയ് വിമർശകർ അദ്ദേഹത്തെ കളിയാക്കുന്നത്. പക്ഷേ അതൊരു സത്യമാണെന്ന് പലർക്കും അറിയില്ല. തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് രക്ഷകൻ എന്നും വിജയ് തന്നെയാണ്. കഴിഞ്ഞ 14 വർഷങ്ങൾക്കിടെ പുറത്തിറങ്ങിയ ദളപതി ചിത്രങ്ങളിൽ സാമ്പത്തികമായി പരാജയപ്പെട്ടത് ഒരേ ഒരു സിനിമ മാത്രമാണ്. 2011 മുതൽ 2024 വരെയുള്ള ഈ കാലയളവിൽ 19 സിനിമകളാണ് വിജയുടേതായി പുറത്തിറങ്ങിയത്. 2015 പുറത്തിറങ്ങിയ പുലി മാത്രമാണ് സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരേ ഒരു വിജയ് ചിത്രം. തുപ്പാക്കി, കത്തി, തെറി, മെർസൽ, സർക്കാർ, ബിഗിൽ, മാസ്റ്റർ തുടങ്ങി ലിയോ വരെയുണ്ട് ഈ വിജയിച്ച ചിത്രങ്ങളിൽ. ആരാധകർ പോലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ബീസ്റ്റ് 300 കോടി നേടിയപ്പോൾ മറ്റൊരു പരാജയ ചിത്രമായ ഭൈരവ നിർമ്മാതാവിന് ലാഭം സമ്മാനിച്ചിരുന്നു. നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ടാക്കി എന്നതിനപ്പുറം പലപ്പോഴും തിയേറ്റർ മേഖലയുടെ നട്ടെല്ലായതും ഈ വിജയ് ചിത്രങ്ങൾ തന്നെയാണ്. തമിഴകത്തിന് പുറത്തും ഏറെ ആരാധകരുള്ള നടനാണ് വിജയ്. മലയാളത്തിലെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് ഇന്നും വിജയ് തന്റെ കൈകളിൽ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. കന്നഡയിലും തെലുങ്കിലുമെല്ലാം ഏറെ ആരാധകരുള്ള നടന് നോർത്തിലും അത്യാവശ്യം പിടിപാടുണ്ട്. പക്ഷേ വിജയ് ഒരിക്കൽ പോലും തമിഴല്ലാതെ മറ്റൊരു ഭാഷയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ആകെ ഒരു തവണ മാത്രമാണ് മറ്റൊരു ഭാഷയിൽ വിജയ് അഭിനയിച്ചത്, അതും ഒരു ക്യാമിയോ റോളിൽ. പ്രഭുദേവ സംവിധാനം ചെയ്ത റൗഡി റാത്തോർ എന്ന അക്ഷയ് കുമാർ ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ സെക്കൻഡുകൾ മാത്രം നീളുന്ന ഒരു സീനിലാണ് വിജയ് എത്തിയത്. വിജയ്ക്ക് മറ്റൊരു ഭാഷയിൽ നായകനായി അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം തന്നെ പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. വിജയുടെ ആദ്യ ചിത്രം നാളെയെ തീർപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വിജയ് ബാലതാരമായി അഭിനയിച്ച കാര്യം പലരും ഓർക്കാറില്ല. ആകെ 5 ചിത്രങ്ങളിലാണ് വിജയ് ബാലതാരമായി അഭിനയിച്ചിട്ടുള്ളത്. 10 വയസ്സുള്ളപ്പോൾ വെട്രി എന്നു പേരുള്ള വിജയ്കാന്ത് ചിത്രത്തിലാണ് ആദ്യമായി വിജയ് അഭിനയിക്കുന്നത്. പിന്നീട് 1984 കുടുംബം, 86 വസന്തരാഗം, 87 സട്ടം ഒരു വിളയാട്ട്, 1988 ഇത് എങ്കൽ നീതി എന്ന സിനിമകളിലും വിജയ് ബാലതാരമായി അഭിനയിച്ചു. ഇതുപോലെ വിജയെക്കുറിച്ചുള്ള അധികമാരും അറിയാത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നിങ്ങൾക്കും അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.